മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ തഹാവൂർ റാണയുടെ മുൻ പ്രതികരണം പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ US. മുംബൈ ഭീകരാക്രമണത്തിന് പിന്നാലെ തന്റെ ബാല്യകാല സുഹൃത്തായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയോട് തഹാവൂർ ഹുസൈൻ റാണ നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ US പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യക്കാർ അത് അർഹിക്കുന്നുണ്ട് എന്നായിരുന്നു തഹാവൂർ ഹുസൈൻ റാണ അന്ന് പറഞ്ഞത് എന്നാണ് USന്റെ പ്രതികരണം. ഭീകരാക്രമണം നടത്തിയവരെ പാകിസ്ഥാനിലെ ഏറ്റവും ഉയർന്ന ധീരതയ്ക്കുള്ള പുരസ്കാരമായ നിഷാനി ഹൈദർ നൽകി ആദരിക്കണമെന്നും തഹാവൂർ ഹുസൈൻ റാണ പറഞ്ഞതായി US അറിയിച്ചു. 2008 മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പ്രധാന ആസൂത്രകരിൽ ഒരാളായ പാക് US ഭീകരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് റാണ. 2008 മുംബൈയിൽ ഭീകരാക്രമണം നടക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ റാണ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇയാൾ ഇന്ത്യ വിട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് മുംബൈയിൽ ഭീകരാക്രമണം നടക്കുന്നത്. കോൾമാനുമായി ചേർന്ന് അമേരിക്കയിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിടുന്നതിനിടയിലാണ് തഹാവൂർ ഹുസൈൻ റാണ പിടിയിലായത്. ഇന്ത്യയോട് ഇത്രയും വലിയ ഒരു ഭീകരത ചെയ്തിട്ടും അക്രമം ചെയ്തിട്ടും 166ഓളം നിരപരാധികളായ മനുഷ്യരെ ചുട്ടുകൊന്നിട്ടും മതിയാകാതെ വീണ്ടും തഹാവൂർ ഹുസൈൻ റാണ യാതൊരു കൂസലുമില്ലാതെ പറയുന്നു ഇന്ത്യ അത് അർഹിക്കുന്നു. കാരണം ഇന്ത്യ മതരാജ്യമല്ല. ഇന്ത്യ മതേതര രാജ്യമായതുകൊണ്ട് ഒരിക്കലും നമുക്ക് മതകൊടി ഇന്ത്യയിൽ നാട്ടാൻ സാധിക്കാത്തിടത്തോളം കാലം ഇന്ത്യയിൽ ഇനിയും ഭീകരാക്രമണങ്ങൾ ഉണ്ടാകണമെന്നും ഇന്ത്യക്ക് അത് അനിവാര്യമാണെന്നും പറയുന്ന തഹാവൂർ ഹുസൈൻ റാണ എന്താണോ ഭയപ്പെട്ടത് അത് സംഭവിച്ചിരിക്കുന്നു. ഒരിക്കലും ഇന്ത്യക്ക് തന്നെ കൈമാറരുത്. താൻ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ക്രമേണ പുറത്തു വരും എന്ന വ്യക്തമായി അറിയുന്നത് കൊണ്ട് തന്നെ ഓടുന്ന തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് ഒരു മുഴം മുമ്പേ എറിഞ്ഞിരിക്കുകയാണ് നരേന്ദ്രമോദി. കാരണം ഇന്ത്യയെ കുറിച്ചിട്ട് ഇയാളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം കാണുന്നത് തന്നെ അറപ്പും വെറുപ്പുമാണ് അത്രേ ഇയാൾക്ക്. അതുകൊണ്ട് ഇയാള് മതത്തിന്റെ പേരിൽ താൻ ഒരുപാട് വിവേചനം അനുഭവിക്കേണ്ടി വരുമെന്നും അതുകൊണ്ട് ഇന്ത്യക്ക് തന്നെ കൈമാറരുതെന്നും US സുപ്രീം കോടതി വരെ കയറിയിറങ്ങിയ തഹാവൂർ ഹുസൈൻ റാണ എന്താണോ ഭയപ്പെട്ടത് അത് സംഭവിച്ചിരിക്കുന്നു. ബ്രിഗേഡിയർ തല ചർച്ചയിൽ പാകിസ്ഥാന് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത്. അതിർത്തി മേഖലയിലെ സമാധാനം തകർക്കുന്ന നീക്കങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ മര്യാദയ്ക്ക് പിന്തിരിയണം എന്നാണ് ഇന്ത്യ ഫ്ലാഗ് മീറ്റിൽ ആവശ്യപ്പെട്ടത്. കാരണം തഹാവൂർ ഹുസൈൻ റാണയെ പിടിച്ചതു മുതൽ ഏറെ പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ. കാരണം പാകിസ്ഥാൻ പൗരനായിട്ടുള്ള തഹാവൂർ ഹുസൈൻ റാണ ചെയ്തതിന്റെ എല്ലാം ആരൊക്കെയാണോ ലഷ്കർ-ഇ തൊയ്ബ ഭീകരർ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുന്നതിന് സഹായിച്ചത്, ആ പേരുകൾ, ആ ചിത്രങ്ങൾ, ആ നിഗൂഢമായിട്ടുള്ള ഇവർ ഗൂഢാലോചന നടത്തിയ സ്ഥലങ്ങൾ എല്ലാം തഹാവൂർ ഹുസൈൻ റാണയിലൂടെ തന്നെ ഇന്ത്യ കണ്ടെത്തി കഴിഞ്ഞാൽ സൈനികമായി പാകിസ്ഥാനെ നേരിടാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമായി അറിയുന്നത് കൊണ്ട് പല രൂപത്തിലും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ പാകിസ്ഥാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് നിന്നോളൂ എന്ന ഇന്ത്യയുടെ മുന്നറിയിപ്പാണ് ഇപ്പോൾ പാകിസ്ഥാന് ലഭിച്ചിരിക്കുന്നത്. തഹാവൂർ ഹുസൈൻ റാണ ഒരു ചെറിയ മീനല്ല. മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രണം നടന്നത് ദുബൈയിലാണ് എന്ന് NIA ISI ഏജന്റുമാരുമായി തഹാവൂർ ഹുസൈൻ റാണ ആദ്യ ചർച്ച നടത്തിയതിന് ദുബൈയിൽ വെച്ചാണെന്നും ഏജൻസി കണ്ടുപിടിച്ചിട്ടുണ്ട്. തഹാവൂർ ഹുസൈൻ റാണയെ കിട്ടിയ നിർണായകമായ ആ 18 ദിവസങ്ങൾ NIAക്ക് കസ്റ്റഡിയിൽ ലഭിച്ചത് 18 ദിവസമാണ്. ആ 18 ദിവസങ്ങളിൽ തഹാവൂർ ഹുസൈൻ റാണയെ കൊണ്ട് പറയിപ്പിക്കാവുന്നതിന്റെ പരമാവധി പറയിപ്പിക്കാനും ഞെക്കിപ്പിഴിഞ്ഞ് രഹസ്യങ്ങൾ പുറത്തെടുക്കാനും തന്നെയാണ് NIA അതീവ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നത്. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി അയാളുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ദുബൈയിൽ വെച്ചിട്ട് ഇവർ കൂടിക്കാഴ്ച നടത്തിയത്. ISI ഏജന്റ് റാണയുടെയും ഹെഡ്ലിയുടെയും സുഹൃത്താണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. തഹാവൂർ ഹുസൈൻ റാണയെ ചോദ്യം ചെയ്യുന്നത് NIA തുടരുകയാണ്. അതേസമയം റാണ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും NIAക്ക് അവരുടെ സ്വതസിദ്ധമായ ശൈലിയും രീതികളും പുറത്തെടുക്കേണ്ടി വരും. ദേശീയ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലുള്ള മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ തഹാവൂർ ഹുസൈൻ റാണയെ NIA കൊച്ചിയിൽ എത്തിച്ച് തെളിവെടുക്കുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. റാണയുടെ 2008 യാത്രകളെ പിന്തുടർന്നിട്ടുള്ള അന്വേഷണം കേരളത്തിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തെളിവെടുപ്പ്. NIA കസ്റ്റഡിയിലുള്ള റാണയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അമേരിക്കൻ അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ധാരാളം മൊഴികളും നൽകിയിട്ടുണ്ട്. റാണയുടെ മൊഴികളും പരിശോധിക്കുകയാണ് ഇപ്പോൾ NIA സംഘം.
ഇതൊക്കെ പരിശോധിച്ചിട്ട് തന്നെയാണ് NIA സംഘത്തിന്റെ തുടർ ചോദ്യങ്ങൾ. കാരണം ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കാനില്ല. അമേരിക്കയോട് പറഞ്ഞതൊന്നും ഇനി ഇന്ത്യയോട് പറയേണ്ടതില്ല. റാണയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് പാക് ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനും NIA ലക്ഷ്യമിടുന്നുണ്ട്. 2008 നവംബർ 26 മുംബൈ ഭീകരാക്രമണത്തിന് തൊട്ടുമുമ്പാണ് റാണ കൊച്ചി സന്ദർശിച്ചത്. നവംബർ 11 മുതൽ 21 വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്തപ്പോഴാണ് കൊച്ചിയിലും എത്തുന്നത്. ഭീകരാക്രമണത്തിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകൾക്കായിരുന്നു റാണയുടെ സഞ്ചാരം എന്നാണ് അന്വേഷണ ഏജൻസി കണ്ടെത്തിയത്. 2008 നവംബർ 16, 17 കൊച്ചി മറൈൻ ഡ്രൈവിലെ താജ് റെസിഡൻസി ഹോട്ടലിൽ റാണ തങ്ങിയതായി അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. ആരെ കാണാനാണ് റാണ അന്ന് എത്തിയത്? ആരെയെല്ലാമാണ് അയാൾ നേരിട്ട് കണ്ടത്? എന്തായിരുന്നു സന്ദർശന ലക്ഷ്യം? ആരോടെല്ലാം ഈ ദിവസങ്ങളിൽ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ നിർണായകമായ വിവരങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഇപ്പോൾ NIA ശ്രമിക്കുന്നത്. ഈ ദിവസങ്ങളിൽ 13 പേരെ നേരിട്ടും അല്ലാതെയും റാണ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ നിഗമനം. ഇവരെ നിരീക്ഷിച്ചു വരികയാണ്. റാണ കേരളത്തിൽ മറ്റെവിടേക്കെങ്കിലും തങ്ങിയിരുന്നോ, എവിടെയെങ്കിലും യാത്ര ചെയ്തിരുന്നോ എന്നും ഇതിനു മുമ്പ് കേരളത്തിൽ എത്തിയിട്ടുണ്ടോ എന്നും ഉൾപ്പെടെയുള്ള വിവരങ്ങളും അന്വേഷിക്കുന്നുണ്ട്. റാണയെയും സഹായിയെയും ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് NIA. കൊച്ചിയിൽ എത്തുന്നതിന് മുമ്പ് പ്രമുഖ ഇംഗ്ലീഷ് പത്രത്തില് റാണയുടെ പേരിൽ ഒരു വിദേശ റിക്രൂട്ട്മെന്റ് പരസ്യം നൽകിയിരുന്നതായും ഹോട്ടൽ മുറിയിൽ ഇന്റർവ്യൂ നടത്തിയിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ നിന്ന് യുവാക്കളെ ലഷ്കർ-ഇ-തൊയ്ബയിലേക്ക് റിക്രൂട്ട് ചെയ്ത കേസിൽ മുഖ്യപ്രതിയായ KP സാബിറിനെ രാജ്യം വിടാൻ സഹായിച്ചതിൽ റാണയുടെ പങ്കും പരിശോധിക്കും. റാണ കൊച്ചിയിൽ നിന്ന് പോയി ദിവസങ്ങൾക്കുള്ളിൽ സാബിർ രാജ്യം വിട്ടു. വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ് മുംബൈ വിമാനത്താവളം വഴി സാബിർ രക്ഷപ്പെട്ടത്. ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ലഷ്കർ-ഇ-തൊയ്ബയുടെ കമാൻഡറുമായിട്ടുള്ള റാണയുടെ ബന്ധത്തെക്കുറിച്ചും അന്വേഷണം ഉണ്ടാകും എന്നാണ് NIA വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്ന NIA ആസ്ഥാനത്തെ ചേംബറിൽ വെള്ളിയാഴ്ച ആരംഭിച്ചതാണ് തഹാവൂർ ഹുസൈൻ റാണയുടെ ചോദ്യം ചെയ്യൽ. പാക് വംശജനും കനേഡിയൻ പൗരനുമായിട്ടുള്ള റാണയെ US-ൽ നിന്നും 2008 മുംബൈ ആക്രമണവുമായിട്ടുള്ള ബന്ധത്തെ തുടർന്നാണ് US-ൽ നിന്നും നാടുകടത്തി ഇന്ത്യയിൽ എത്തിച്ചത്. ഒരു ദിവസത്തെ ചോദ്യം ചെയ്യലിനെ കുറിച്ചിട്ടുള്ള NIA-യുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത് ചോദ്യം ചെയ്യലിനോട് ഒരു തരത്തിലും റാണ സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ്. റാണ നൽകിയിരിക്കുന്ന വിവരങ്ങളായി പുറത്തു വന്ന പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ചിച്ചാവത്തിനി ഗ്രാമത്തിൽ നിന്നുള്ള വ്യക്തിയാണ് റാണ എന്നാണ് NIA-ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. റാണയുടെ പിതാവ് സ്കൂൾ പ്രിൻസിപ്പൽ ആയിരുന്നു. അയാൾക്ക് 3 ആൺമക്കളാണുള്ളത്. ഇതിലൊരാൾ പാക് സൈന്യത്തിൽ ഇപ്പോൾ സൈക്കാട്രിസ്റ്റായി ജോലി ചെയ്യുകയാണ്. മറ്റൊരാൾ മാധ്യമ പ്രവർത്തകരാണ്. റാണ കേഡറ്റ് കോളേജ് ഹസനാബ്ദിൽ എത്തിയപ്പോഴാണ് മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് US-ലെ ജയിലിൽ കഴിയുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ പരിചയപ്പെടുന്നത്. 97 ഭാര്യയും ഡോക്ടറുമായിട്ടുള്ള സാംറാസ് റാണ അക്തറുമായി ഇയാൾ കാനഡയിലേക്ക് കുടിയേറുന്നു. ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ആരംഭിച്ച ഇയാൾ പിന്നീട് ഹലാൽ ഇറച്ചി ബിസിനസ്സിലേക്ക് കടന്നു. ഇമിഗ്രേഷൻ ബിസിനസിന്റെ മറവിലായിരുന്നു ഭീകരാക്രമണം. അവിടെ കൺസൾട്ടന്റായി പ്രവർത്തിച്ചത് ഹെഡ്ലിയും മെഡിക്കൽ ഡിഗ്രി കിട്ടിയ ശേഷം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗമായി മാറി. അവിടെ നിന്ന് വിട്ടുപോയിട്ടും പാക് സൈനിക ഇന്റലിജൻസിന്റെയും ISIയുടെയും LETയുടെയും ഉന്നത നേതാക്കന്മാരുമായിട്ടുള്ള ചർച്ചകളിൽ ഇയാൾ സൈനിക യൂണിഫോം അണിയുമായിരുന്നത്രേ. ഭീകര ക്യാമ്പുകളിൽ യൂണിഫോം അണിഞ്ഞിട്ടാണ് ഇയാൾ സന്ദർശനം നടത്തിയിരുന്നത്. ഇയാൾ സ്ഥിരം ബന്ധപ്പെട്ടിരുന്നത് ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ആഗോള തീവ്രവാദിയായ സാജിദ് മിറിനെയാണ്. 26/11 ആക്രമണത്തിലെ മറ്റൊരു മുഖ്യ കണ്ണിയാണ് സാജിദ് മിർ. ഇയാളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കുന്നവർക്ക് US പ്രഖ്യാപിച്ചിരിക്കുന്നത് $5 മില്യൺ. റാണ ലഷ്കർ-ഇ-തൊയ്ബയിൽ മാത്രമല്ല ഹർക്കത്തിൽ ജിഹാദിൽ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട മറ്റ് ഭീകര സംഘടനകളുമായി ബന്ധമുള്ള വ്യക്തിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇവരുടെ ക്യാമ്പുകൾ ISI, പാകിസ്ഥാനി സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരുമായി റാണ സന്ദർശിച്ചിട്ടുണ്ടെന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. 2008 നവംബർ 16 റാണ കൊച്ചി മറൈൻ ഡ്രൈവിലെ ഹോട്ടലിൽ മുറിയെടുക്കുന്നത്. ഭാര്യയ്ക്കൊപ്പം എന്ന് പറയപ്പെടുന്നു. സിനിമാ നടിയായ മലയാളി സഹായി എന്ന് പറയപ്പെടുന്നു. 2 ദിവസം അവിടെ താമസിച്ചു മടങ്ങി. ബിസിനസ് ആവശ്യങ്ങൾക്കു വേണ്ടി എത്തിയെന്നായിരുന്നു അന്ന് ഹോട്ടലിൽ അറിയിച്ചിരുന്നത്. എന്നാൽ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണോ കൊച്ചിയിൽ വന്നത് എന്ന് പരിശോധിക്കുന്നുണ്ട്. ഇവിടെ വെച്ച് 13 ഫോൺ നമ്പറുകളിലേക്കാണ് വിളിച്ചത്. ഈ നമ്പറുകൾ കണ്ടെത്താൻ നേരത്തെ ശ്രമിച്ചിരുന്നെങ്കിലും കഴിഞ്ഞിട്ടില്ല.
കൊച്ചി മാത്രമല്ല ബംഗളൂരു, ആഗ്ര അടക്കമുള്ള മറ്റു നഗരങ്ങളിലും ഇക്കാലത്ത് റാണ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ജീവിതമായിരുന്നു തഹാവൂർ ഹുസൈൻ റാണയുടേത്. ഇത്രയും എത്തിയിട്ട് പോലും തൂക്കുമരത്തിലേക്ക് അടുക്കുമ്പോഴും സത്യം തുറന്നു പറയാതെ, അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാതെ ആരോ തന്നെ രക്ഷിക്കാൻ വരും എന്ന രൂപത്തിൽ തഹാവൂർ ഹുസൈൻ റാണ പ്രവർത്തിക്കുന്നു. നന്ദി.